ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് വ്ലോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ക്ലാസ്സിൽ പോകാനുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ പോകുന്നതിൻ്റെ മുന്നുള്ള കുറച്ച് വീഡിയോ ക്ലിപ്സാണ് കേട്ടോ ഇതൊക്കെ. മുറ്റത്തേക്ക് ഇറങ്ങിയപ്പം ചെറിയൊരു കാഴ്ച കണ്ടു. നമ്മുടെ പേരക്കയുടെ മുകളിൽ ഇതാ ഇങ്ങനൊരു സംഭവം. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. പേരക്കയിൽ തന്നെ ഇതിൻ്റെ വേര് വന്നിട്ട് അതിലിങ്ങനെ പടർന്ന് കയറിയ ഒരു സംഭവമാണ് കേട്ടോ. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം അതൊക്കെ കണ്ടു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഒരു കൗതുക കാഴ്ച കൂടെ ഉണ്ട് കേട്ടോ, അതോടെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഒരു കുഞ്ഞു കാക്കക്കുട്ടി നമ്മുടെ കുരുമുളക് ഉണ്ട് വീടിൻ്റെ മുറ്റത്ത്. അപ്പം അതിൽ പെട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒറ്റപ്പെട്ട് പോയതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ചെല്ലാനും എനിക്ക് ചെറിയ പേടിയുണ്ട്, വലിയ കാക്കകൾ കണ്ടാലും ഉപദ്രവിക്കുമെന്ന്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അതിൻ്റെ അമ്മ അതിനെ കൂട്ടിക്കൊണ്ട് പോയിട്ടോ. ആൾ ഇത്തിരി ഗൗരവക്കാരനാണ്, പേടിച്ചിട്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ നേരെ ക്ലാസ്സിലേക്ക് വിട്ടു. അപ്പോൾ കുറച്ച് വിസിറ്റിംഗ് കാർഡ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ. ക്ലാസ് കഴിഞ്ഞു നേരെ പോയത് KC ബേക്കറിയിലേക്കാണ്. അവിടുന്ന് ഒരു അടിപൊളി സാൻഡ്വിച്ച് കഴിച്ചു. ചോറ് കഴിച്ചില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് ആ സമയത്ത് വേണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം 1 മണിയായിട്ടേ ഉള്ളൂ. പിന്നെ പൂനൂർ ഇത്ത വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിച്ചു പോകണം എന്നുള്ളതുകൊണ്ട് ഒരു സാൻഡ്വിച്ച് കഴിച്ചു കേട്ടോ. ഇവിടുത്തെ സാൻഡ്വിച്ച് അടിപൊളിയാണ്, ബാലുശ്ശേരി KC ബേക്കറിയിൽ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു നേരെ ബസ്സിൽ പൂനൂരേക്ക് വിട്ടു. അപ്പോൾ അവൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടും കൂടിയാണ് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഷോപ്പിംഗ് എന്ന് പറയാൻ മാത്രമുള്ള വലിയ ഷോപ്പിംഗ് ഒന്നുമല്ല, ചെറുപ്പ് കുറച്ച് ഡ്രസ്സ് ഐറ്റംസ്. പിന്നെ മെയിനായിട്ട് പോകുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവളുടെ മോൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്ലോത്ത് വാങ്ങണം. നമ്മുടെ ലെനിൻ്റെ ക്ലോത്ത് വാങ്ങിയിട്ട് എംബ്രോയ്ഡറി സ്റ്റിച്ചിങ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അവൾ ഉപ്പാൻ്റെ കൂടെയാണ് വന്നിട്ടുള്ളത്. ഉപ്പയാണ് കേട്ടോ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ എന്നെ കണ്ട് ഉപ്പ പോയി. പിന്നെ ഞങ്ങൾ ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂനൂർ തന്നെ സിയാറ വെഡ്ഡിങ്സ് എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്, അവിടേക്കാണ് കേട്ടോ പോയത്. ഞങ്ങൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് ഇവിടേക്കായിരുന്നില്ല, താമരശ്ശേരി പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ താമരശ്ശേരി പോയാൽ ഞങ്ങളിങ്ങനെ നല്ല പരിചയമല്ല ഞങ്ങൾക്ക്. പൂനൂരാകുമ്പോൾ മുക്കുമൂലയും നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ നോക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഷർട്ടിൻ്റെ ക്ലോത്തും പിന്നെ അതുപോലെ തന്നെ ലെനിൻ ക്ലോത്തുമാണ്. മോൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ 2 ക്ലോത്ത് ഞങ്ങൾ സെലക്ട് ചെയ്തു കേട്ടോ. ഈ 2 കളറ് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ ഒരു ക്ലോത്ത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തു, ചുരിദാർ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഏതൊരു ഷോപ്പിൽ കയറിയാലും നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ഡ്രസ്സ് എവിടെയാണോ അവിടെ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞുകൊണ്ട് നിൽക്കും. നല്ല രസമാണല്ലോ, ഭയങ്കര ക്യൂട്ടാണ് പെൺകുട്ടികളുടെ ഡ്രസ്സ് കാണാനും ആക്സസറീസ് കാണാനും ഒക്കെ. അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഒന്നും ഇല്ല കുട്ടികളുടെ ഡ്രസ്സിൽ, എന്നാലും രസമാണല്ലോ കുട്ടികളുടെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഡ്രസ്സുകളൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ആ ഒരു കളർ തീമിൽ വരുന്ന കുറേ ഡ്രസ്സസ് ഉണ്ട് കേട്ടോ. പിന്നെ ചുരിദാർ സെക്ഷനിലേക്ക് പോയി. അവിടെ ഈ ഒരു ചുരിദാർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ വില നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. പക്ഷേ നമ്മൾ ഈ ചുരിദാർ എടുക്കാനല്ലല്ലോ പോയത്. അപ്പം പിന്നെ ഈ ഒരു ചുരിദാർ എടുത്തില്ല. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടോ ഇതിൻ്റെ പ്രിൻറ്റും. പിന്നെ ഫുൾ കോട്ടൺ ആണ്, ടോപ്പ് കോട്ടൺ ആണ്, പാൻറ്റ് ഷോളും ഒക്കെ കോട്ടൺ ആണ്. നല്ല കംഫർട്ടാണ്. പക്ഷേങ്കിൽ എടുത്തില്ല, വേറൊന്നും എടുത്തു, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അവൾക്ക് നൈറ്റി എടുത്തു. നൈറ്റിയും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. നൈറ്റി അടിപൊളിയാണ്, ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനുള്ള ഷോളും സെലക്ട് ചെയ്ത് വാങ്ങിച്ചു. പിന്നെ നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ക്രിസ്മസ് അപ്പൂപ്പൻ കുറേ ക്രിസ്മസ് അപ്പൂപ്പന്മാരുണ്ട്. അതൊക്കെ കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ വെറുതെ എടുത്തു. ഇതാണ് കേട്ടോ നമ്മുടെ ഷോപ്പ്, സിയാറ വെഡ്ഡിങ്സ്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങണ്ടേ, അപ്പം നമ്മൾ ഫലാഫിൽ വാങ്ങി, അവർക്കിഷ്ടമാണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് അത് വാങ്ങി. പിന്നെ നമ്മളെടുത്ത ക്ലോത്തിനൊക്കെ മാച്ച് ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറി നൂലും നോർമൽ ത്രെഡും ഒക്കെ എടുത്തു. ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്, തിരിച്ചു പോകുന്നത് ഓട്ടോയിലാണ്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഒരു കുറുക്ക് വഴിയുണ്ട്, അപ്പോൾ അതുവഴി പോകാമെന്ന് വിചാരിച്ചിട്ട് ഓട്ടോയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ബാഗ് ഞാൻ തന്നെ ചെയ്തതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഓട്ടോ ഇറങ്ങിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉപ്പ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് എത്തിയോ വരാനായോ എന്നൊക്കെ. അപ്പോൾ വഴിയിലിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത്താൻ്റെ ചെറിയ മോളും ഉപ്പയും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ കാവലായി എപ്പോഴും ഉപ്പ ഉണ്ടാവുമെന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ഉപ്പ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും.
ഇത്താനെ കണ്ടിട്ടുള്ള ചിരിയാണ് കേട്ടോ മോളുടേത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ക്ലോത്ത് വാങ്ങിച്ചിട്ടുള്ളത്. അടിയിലുള്ളത് കുട്ടികൾക്ക് ഷർട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട്, ബോയ്സിന് ഷർട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. മുകളിൽ 2 ആണ് മോൾക്ക് ഉടുപ്പ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയത്. പിന്നെ എംബ്രോയ്ഡറി ത്രെഡ് നമ്മൾ 10 രൂപയുടെ ത്രെഡാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. 4 രൂപയുടെ ത്രെഡ് ഉണ്ട്. അത് ഇത്രത്തോളം ഗ്ലൈസിങ് ഉണ്ടാവില്ല. മാത്രമല്ല കളറ് പോവാൻ ചാൻസ് ഉണ്ട്. കളറ് ഫെയ്ഡായിട്ട് നമ്മുടെ ഡ്രസ്സിലൊക്കെ പറ്റി പിടിച്ചിട്ട് ഭയങ്കര ബോറാവും കേട്ടോ. മുമ്പ് ഞാനങ്ങനെ ചെയ്തിട്ട് അങ്ങനെ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതാ നൈറ്റിയുടെ ഷോളും നൈറ്റിയും കണ്ടോ, നല്ല രസമുള്ള നൈറ്റിയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇത് ഷോൾ, ഞാനൊരു ഷോൾ അവിടെ നിന്ന് വാങ്ങിച്ചു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു ടോപ്പാണ് ഇത്. അപ്പോൾ അതിൻ്റെ ഷോളാണ് ഈ ഒരു മെറൂൺ കളറുള്ള ഷോള്. ലെങ്ത്ത് വളരെ കുറവാണ്, എനിക്കൊട്ടും കംഫർട്ടല്ല ഇത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഷോളാണ് കേട്ടോ ഈ ഒരു ഷോള്. എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു ഷോള്. സീക്വൻസ് വർക്കൊക്കെ വരുന്നത് ഇപ്പം അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നൊരു ഷോളല്ലേ അത്. അപ്പം ആ ഒരു ടോപ്പിന് നല്ല മാച്ചാണെന്ന് തോന്നിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ബാക്കി കാണിച്ചു തരാം. ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ക്ലോത്ത്. ഈ ക്ലോത്ത്, ഈ പ്രിൻ്റ് എനിക്കിഷ്ടമായി കേട്ടോ. അപ്പോൾ ഒരു കുർത്ത, ഡെയിലി ക്ലാസ്സിൽ പോകുന്നതല്ലേ, ഒരു കുർത്ത സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. 128 കേട്ടോ മീറ്ററിന് റേറ്റ്. 250 വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അതിനുള്ള ലൈനിങ്ങും 2 മീറ്റർ ലൈനിങ്ങും ആണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് കേട്ടോ. ഈ ഒരു ടോപ്പിൻ്റെ കളറൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഷോളിൻ്റെ അറ്റത്തായിട്ട് വരുന്ന ഈ ഒരു ചെണ്ട് കണ്ടോ, അതും അറ്റത്ത് വരുന്ന ലേസും ഒക്കെ എനിക്ക് നല്ലൊരു ഭംഗി തോന്നി. വലിയ റേറ്റൊന്നുമില്ല, നമുക്ക് ഡെയിലി യൂസിനും ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു ചുരിദാർ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം അതുമാണ് വാങ്ങിച്ചിട്ടുള്ളത്. മെയിൻലി നമ്മൾ പോയിട്ടുള്ളത് ക്ലോത്ത് വാങ്ങാനാണ് കേട്ടോ. ക്ലോത്തിൻ്റെ വീഡിയോ എടുക്കാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ക്ലോത്ത് വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളവർക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളതിൻ്റെ എംബ്രോയ്ഡറി കാര്യങ്ങൾ സ്റ്റിച്ചിങ്ങും ഒക്കെ കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഉപകാരപ്പെടുമായിരിക്കും. അപ്പോൾ കുട്ടികൾ ഫലാഫിൽ തിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രാത്രി ബിരിയാണി ഉണ്ടായിരുന്നു, നമ്മുടെ തറവാട്ടിൽ പരിപാടി ഉണ്ടായിരുന്നു, അതിൻ്റെ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് വീഡിയോസുമായി അടുത്ത ദിവസം വരാം. ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞു പോകാമെന്നല്ലാണ്ട് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാത്ത ഒരാളാണ്. അപ്പം ഇതങ്ങനെ ആവില്ല എന്ന് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് വേണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യല്ലാതെ രക്ഷയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോസുമായിട്ട് വരാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുവരേക്കും ബൈ ഓൾ.